ഹായ്! ഇത് കഴിഞ്ഞ ആഴ്ച നടന്നൊരു PSC എക്സാം ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇഷ്യൂ കാരണം മാറ്റിവെച്ച എക്സാം. അതറിയാതെ യാത്ര തിരിച്ച നമ്മളാണ്. വർക്കലയായിരുന്നു പരീക്ഷ. അതിൻ്റെ ഒരു യാത്രാവിശേഷമാണ്. വർക്കലയെന്ന് പറയുമ്പോൾ എൻ്റെ സ്വന്തം അമ്മയുടെ സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ കാഴ്ചകളാണിത്. ഇപ്പോൾ പോകുന്ന വഴിക്ക് നടന്ന കാര്യങ്ങളൊക്കെയാണിത്. നമ്മൾ പോകുന്ന വഴിക്കൊരു ഫുഡ് കഴിക്കാൻ കയറി. ഒരു ചെറിയൊരു ബിരിയാണിയാണ്. നമ്മൾ സ്ഥിരമായിട്ട് വർക്കല കല്ലമ്പലത്തിനടുപ്പിച്ച് എത്തുമ്പോൾ ഒരു കടയിലാണ് കയറുന്നത് കേട്ടോ. അപ്പം അവിടുന്ന് നല്ലൊരു ബിരിയാണിയൊക്കെ കഴിച്ചു. അതിനുശേഷം യാത്ര തിരിച്ചു. എൻ്റെ അമ്മയുടെ സ്ഥലം എന്ന് വെച്ചാൽ വർക്കല ചെമ്മരുതിയുടെ അടുത്താണ്. ഇത് നമ്മുടെ അയിരൂരിലെ ഒരു ഫേമസ് നമ്മുടെ അവിടുത്തെ ഒരു ക്ഷേത്രമാണ്, ത്രമ്പലൂർ ദേവി ക്ഷേത്രം എന്ന് പറയും. അതിനടുത്തായിട്ടാണ് എൻ്റെ ചേച്ചിയുടെ വീടൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അമ്മയുടെ സഹോദരൻ്റെ വീട്ടിലോട്ടുള്ള യാത്രയാണ് ഈ കാണുന്നത്. അവിടുത്തെ ക്ഷേത്രവും അതിൻ്റെ അടുത്തുള്ള കുറച്ച് വയലും ഈ ഒരു ശാന്തമായ സ്ഥലമാണ്. ചെമ്മരുതി എന്നാണ് കേട്ടോ സ്ഥലത്തിൻ്റെ പേര്. അപ്പം അവിടുത്തെ വിശേഷങ്ങളാണ് ഈ കാണുന്നത്. രണ്ട് സൈഡിലും വയലാണ് കേട്ടോ. നമ്മളവിടെ ചെന്നതിന് ശേഷം എക്സാം ഹോളിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഈ ഒരു ഇഷ്യൂ. പിന്നെ എൻ്റെ കാരണമില്ലല്ലോ, എന്ത് പറയാനായിട്ട്, എഴുതാനും പറ്റത്തില്ല. പിന്നെ തിരിച്ച് എന്തായാലും വർക്കല വരെ വന്ന സ്ഥിതിക്ക് അമ്മയുടെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയതാണ്. നമ്മൾ ശിവഗിരിയുടെ അടുത്താണ്. ശിവഗിരി നമ്മൾ എത്തിയ ടൈം ഒരു അടച്ചായിരുന്നു. പിന്നെ അതുകൊണ്ട് ശിവഗിരിയിലൊന്നും പോയില്ല. പിന്നെ മാമൻ്റെ വീട്ടിലോട്ട് പോയി. മാമൻ്റെ വീട്ടിൽ കണ്ടതൊരു ചെടിയാണ് കേട്ടോ. അവിടെ ഫുള്ള് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനവർ പീനട്ട് എന്നാണ് പറഞ്ഞത്. ഈ കായ എനിക്കറിയത്തില്ല. നമ്മൾ കഴിച്ചപ്പോൾ ടേസ്റ്റൊന്നുമില്ല. പിന്നെ ഇതവിടെ വളർന്ന് കിടക്കുന്ന മധുരക്കിഴങ്ങാണ്. പിന്നെ ഇത് ചപ്പ് ചവറെല്ലാം ഉണ്ട്. ഞാൻ ഇടയ്ക്കിട്ടുന്ന റീലിൽ ഒരു നമ്മളിവിടെ പറയുന്ന ബോഞ്ചിക്ക എന്ന് പറയും, അതാണ് അതിൻ്റെതായത് ഈ കാണുന്നതാണ് കേട്ടോ. അവിടെ നിറയെ പന്തലിച്ച് മമ്മിയുടെ വീട്ടിൽ കിടപ്പുണ്ടായിരുന്നു. അതിനായിട്ട് ബോഞ്ചിക്ക കഴിച്ചു. അവിടെ കണ്ട വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ 2-3 സാധനം, മുന്തിരിയാത്തി എന്നൊക്കെ പറയും. അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പൂത്ത് വെപ്പുണ്ടായിരുന്നു ഓരോ സാധനങ്ങളൊക്കെ. അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു. കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തു. വന്ന സ്ഥിതിക്ക് കുറേ നാളിന് ശേഷം നാട്ടിലോട്ട് വരുന്നത്. ഇനി അടുത്ത് അവിടെ ഒരു ഫേമസ് ഒരു ഉത്സവമുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പം അന്ന് പോകുമ്പം കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടാം. ഇത് ചെറുതായിട്ട് ഞാൻ എടുത്താൽ അവിടുത്തെ ചെടിയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, സിറ്റി ലൈഫ് എന്നൊക്കെ ഒരു ശാന്ത സമാധാനം. ഇതേ ഈ കണ്ട പാൽമുളവാണ്. ഇത് ഞാൻ പണ്ട് കളിച്ചിരുന്ന വീടും മുറ്റുമാണ് കേട്ടോ. അവിടെ നട്ടിട്ടുള്ള മാമൻ്റെ ഒരു ആമ്പൽ ചെടിയും കുളമൊക്കെയാണ്. മാവും അങ്ങനെ എല്ലാ സംഗതിയൊക്കെ ഒരു ചെറിയ റീലായിട്ട് ഞാൻ എടുത്തതാണ്. ഇതെല്ലാം കണ്ടു, എല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മൾ അവിടെ നിന്ന് പയ്യെ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. ഇത്രയാണ് കേട്ടോ.